നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നിഫ്റ്റി നിങ്ങൾക്കറിയാൻ പറ്റും, നിഫ്റ്റി ഇന്ന് വളരെ സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു. നമ്മുടെ ലെവലൊക്കെ എന്ന് പറയുന്ന നല്ല ബെയറിഷ് റെഫറൻസ് പറഞ്ഞായിരുന്നു. ആ ബെയറിഷ് റെഫറൻസ് ഒക്കെ പൊട്ടി അവൻ താഴേക്ക് ഫസ്റ്റ് ആകാതെ ഇവിടെ തന്നെ തിരിച്ച് കയറി വീണ്ടും ബുള്ളിഷ് വന്നു, വീണ്ടും ബെയറിഷ് POC വന്നു, അവിടെ നേരെ ബുള്ളിഷ് റെഫറൻസിൻ്റെ ഭാഗത്തേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് കളിച്ചല്ലാതെ വലിയൊരു ട്രെൻഡേയും തന്നിട്ടില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി താഴേക്ക് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റിൽ നിന്ന് തിരിച്ച് വീണ്ടും ബെയറിഷ് വന്ന് അവിടെ നിന്ന് വീണ്ടും POCക്ക് പോയതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ഒരു നല്ലൊരു ട്രേഡ് കിട്ടിയായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു നെഗറ്റീവ് ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ റൂമിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എനിക്കിത് നെഗറ്റീവായിരുന്നു. റൂമിൽ നെഗറ്റീവ് അല്ലാതെ, പക്ഷേ എനിക്ക് നെഗറ്റീവായിരുന്നു. സ്കാൽപ്പിംഗ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണി കിട്ടിയ ദിവസമായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു ബാഡ് ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന് ട്രേഡിങ്ങിന് സംഭവിച്ചത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ നമ്മുടെ ക്ലോസിംഗ് ഏകദേശം പറഞ്ഞാൽ 100 പോയിന്റോളം മൈനസിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. നമ്മുടെ എക്കണോമിക് കലണ്ടറിലെ ഡേറ്റാസ് പ്രകാരം ഇന്ന് വൈകിട്ട് വന്നിരിക്കുന്ന ഡേറ്റയിൽ കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം കുറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിമും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വന്ന എന്തുവാണ് വേറെ ഒന്നിനെ കുറച്ച് ഈ ഡേറ്റാസൊക്കെ ചെറിയ നെഗറ്റീവ് ആണെങ്കിൽ കൂടി അമേരിക്ക മാർക്കറ്റിൽ വന്ന ഡേറ്റ ADF നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് നെഗറ്റീവാണ്. അത് 139K പ്രതീക്ഷിച്ച സ്ഥാനത്ത് 122K വന്നിരിക്കുന്നു. അപ്പോൾ അത് ഒരു നെഗറ്റീവായ കേസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നെഗറ്റീവ് രണ്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മുടെ അമേരിക്ക മാർക്കറ്റൊക്കെ ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ഫ്ലാറ്റാണ്, ചെറിയ മൈനസ് മാത്രമേ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു മാർക്കറ്റ് ഒരു ഫ്ലാറ്റിൽ മൂവിലേക്ക് മിക്കവാറും നാളെയും നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് വൈകിട്ട് നമ്മൾ ആസ്പെർത്ത് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ പറയാൻ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റി ഞാൻ ഈ നിഫ്റ്റിയുടെ റേഞ്ചിനെ ഞാൻ വീണ്ടും ഒന്ന് ബാലൻസ് ചെയ്തു. കാരണം നിഫ്റ്റി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിഫ്റ്റി ഒരു സിമിലർ റേഞ്ചിൽ തന്നെ നിഫ്റ്റി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ആ റേഞ്ചിൻ്റെ POCക്ക് ഒരു മാറ്റം ഇപ്പോൾ നിഫ്റ്റി കാണുന്നില്ല. 24,820 തന്നെ POC നിൽക്കുന്നു. വാല്യൂ ഏരിയ ലോ 23,685 വാല്യൂ ഏരിയ ഹൈ 24,700 നിൽക്കണം. ചുരുക്കി പറഞ്ഞാൽ 23,685 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ POCക്ക് ഒരു മാറ്റവും വാല്യൂ ഏരിയ ലോയ്ക്ക് ഒരു മാറ്റമില്ല. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ആ ഒരു ലെവൽസ് ഒക്കെ ഒന്ന് വരച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 23,820 നമ്മളെ POC, നമ്മളെ റേഞ്ചിൻ്റെ POC ആണ് 23,820. അപ്പോൾ അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അത് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും റേഞ്ചിൻ്റെ POC അതാണ്, റേഞ്ച് POC. കാരണം മാർക്കറ്റ് ഒരു സ്ഥലത്തും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ എല്ലാ ദിവസവും റേഞ്ച് എടുത്ത് നോക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 23,685 ബെയറിഷ് റെഫറൻസ്. അത് നിങ്ങൾ വ്യക്തമായി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. 23,685 അതിന് താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിൻ്റെ മൂവ്മെൻറ്റ് ഉള്ളൂ. നാളെ പ്രത്യേകിച്ച് എക്സ്പയറി ആയതുകൊണ്ട് വേണമെങ്കിൽ 685 പൊട്ടുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് വരാം. ഇനി ബുള്ളിഷ് റെഫർ എന്ന് പറയുമ്പോൾ 23,866 അതിന് മുകളിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ 23,866 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്, അത് ഓർത്തുള്ളൂ. അപ്പം അതിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഡിസസീവായ ഒരു മൂവ്മെൻറ്റും പ്രതീക്ഷിക്കണം, അതിൻ്റെ മുകളിൽ മാത്രമേ. അപ്പം ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ട്രേഡ് ചെയ്യാം. സോ ബുള്ളിഷ് റെഫറൻസ് 23,866 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,942 ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 23,942 23 R1 എന്ന് പറഞ്ഞാൽ 23,942 അതിന് മുകളിൽ R2 എന്ന് പറഞ്ഞാൽ എവിടം വരെ പോകാം? R2 എന്ന് പറയുമ്പോൾ 24,010 എന്ന് പറഞ്ഞാൽ 24,008 എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ ഏരിയ ഹൈ, നമ്മളെ റേഞ്ചിൻ്റെ വാല്യൂ ഏരിയ ഹൈ ആണ് R2. അതിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാം. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ R1ഉം R2 അതിന് മുകളിലൊരു മൊമെൻറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ റേഞ്ച് ഇങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്താലുള്ള ചാൻസാണ് കൂടുതൽ. ഇനി നമുക്ക് നോക്കണം താഴെ 685 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി എവിടെ വരെ പോകാം? 685 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റി 23,602 വരാം. 23,000 ആ S1 എന്ന് പറയുമ്പോൾ 23,602 ഭാഗത്തേക്കാണ് നിഫ്റ്റി വരുന്നത്. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ ഇവിടെ S2 എന്ന് പറയുമ്പോൾ അതിന് താഴെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,000 അതിന് താഴെ കൃത്യമായിട്ട് വരുമ്പോൾ അടുത്തത് 23,575 അത് 23,575 23,572 ഭാഗത്ത് S2 വരാനും അതിന് താഴെ S3 എന്ന് പറയുമ്പം 23,500
500ൻ്റെ ഭാഗത്ത് 23,500, S3 എന്ന് പറയുമ്പോൾ 23,500. ഇതിനപ്പുറത്തേക്ക് ഒരു മൊമെൻ്റ് ഒന്നും ഞാൻ നാളത്തേക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാർക്കറ്റ് ഇതിനകത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. കാരണം മാർക്കറ്റ് റേഞ്ചിൽ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ റേഞ്ചിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസേ ഞാൻ ഇനി കാണുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആയിരുന്നു സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു ഒരു മൊമെൻ്റ് ഒന്നും മാർക്കറ്റ് വന്നിട്ടില്ല എങ്കിൽ കൂടി ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആയിരുന്നു. ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി സംഭവിച്ചത്. അപ്പം 23,000 ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 49,900 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് താഴെ മാത്രമേ നിങ്ങൾ ഇനി സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ സോ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സമയത്ത് ഇന്ന് 49,900 ഇന്നത്തെ POC, 49,900 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. അതാണ് എന്നെ സംബന്ധിച്ചുള്ള POC ആൻഡ് ബെയറിഷ് റെഫറൻസ്. എന്താണ് POC ആൻഡ് ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 49,900 എന്നെ സംബന്ധിച്ച്. അതിന് താഴെ മാത്രമേ സെല്ല് എടുക്കുകയുള്ളൂ. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, 50,660 മുകളിൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. എത്രയാണ്? ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 50,560, അതിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങളെ മനസ്സിൽ എപ്പോഴും വ്യക്തമായിട്ട് ഓർത്തോളുക, നമുക്ക് അതിന് മുകളിൽ പോയാൽ മാത്രമേ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാവുള്ളൂ. അത് താഴെ വന്നാൽ മാത്രമേ ഒരു മൊമെൻറ്റം മുകളിലോട്ട് പ്രതീക്ഷിക്കൂ. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെ വേണോ നിൽക്കാം. സോ എന്നെ സംബന്ധിച്ച് 50,560 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. 49,990 എന്നെ സംബന്ധിച്ച് ഒരു POC. ഞാൻ ബെയറിഷ് റെഫറൻസ് ഞാൻ ഒന്ന് മാറ്റി വയ്ക്കാം. ബെയറിഷ് റെഫറൻസ് 49,600 ഇന്നത്തെ ലോ. 49,600 താഴെ മാത്രമേ നിങ്ങൾ ഇനി സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. 49,600 ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അപ്പോൾ അതിന് താഴെ മാത്രമേ നിങ്ങൾ സെല്ലിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് കൂടുതൽ. സോ 50,560 പൊട്ടുകയാണെങ്കിൽ അതിന് മുകളിൽ ഫസ്റ്റ് ആಗಿ എത്രയാണ്? 50,890. 50,890. സോ ഫസ്റ്റ് 50,890 ആണ് എന്നെ സംബന്ധിച്ചുള്ള R1. എത്രയാണ്? 50,890. അതിന് മുകളിൽ R2 എന്ന് പറയുമ്പോൾ നേരെ 51,000. 51,000 ലെവലാണ് R2. R2 എത്രയാണ്? 51,000. അതിന് മുകളിൽ പോകാനുള്ള ഒരു മൊമെൻറ്റവും ഞാൻ ഇപ്പോഴൊന്നും കാണുന്നില്ല. സോ നിങ്ങളത് മാർക്ക് വയ്ക്കുക. ഇനി അടുത്ത 49,600 താഴോട്ട് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് എവിടെ വരെ പോവാം? ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 49,600 പൊട്ടുകയാണെങ്കിൽ 687 ആണേ. 49,687 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അത് പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 49,514. ഫസ്റ്റ് എത്രയാണ്? 49,514 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ S1. സോ അത് നിങ്ങൾ മാർക്ക് വെച്ചേക്കുക. S1 എന്ന് പറഞ്ഞാൽ 49,514. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ 49,300. സോ 49,300 ആണ് S2. 49,300 S2. ഇതിനപ്പുറത്തേക്ക് ഒരു മൊമെൻറ്റവും ഞാൻ നാളത്തേക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വോളിയം വളരെ കുറവാണ്. അപ്പോൾ വോളിയം കുറവായ മാർക്കറ്റിൽ മൊമെൻറ്റം ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ വ്യക്തമായ രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് കുറയ്ക്കുക. അതുകൂടാതെ പുതിയൊരു അറിയിപ്പ് എനിക്ക് പറയാറുണ്ട്. നമ്മുടെ ഒരു 1 ഡേ സെഷൻ ഞാൻ അതിൻ്റെ വീഡിയോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1 ഡേ സെഷൻ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഒരു സാറ്റർഡേ നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് ഈ സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് എങ്ങനെ ക്യാപ്ചർ ചെയ്യാനും അതെങ്ങനെ കൺട്രോൾ ചെയ്യാനും, അതുകൂടാതെ നിങ്ങളുടെ സൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ് സ്റ്റൈൽ നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള ഒരു 1 ഡേ സെഷൻ ട്രിവാൻഡ്രത്ത് നടത്തുന്നുണ്ട്. അതിന് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഈ ഗൂഗിൾ ഫോം ഞാൻ ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ ലിങ്ക് അതിൽ അപ്ലൈ ചെയ്യുമെങ്കിൽ നമുക്കത് ആ സെഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു 10 ഡേയ്സിൻ്റെ ലൈവ് മാർക്കറ്റ് സപ്പോർട്ടും കൂടെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ആ ഗൂഗിൾ ഫോം ഫില്ല് ചേരുക. 1 ഡേ സെഷനിൽ നിങ്ങളുടെ സൈക്കോളജിയും ബാക്കിയുള്ള കാര്യങ്ങളും, സൈക്കോളജി അല്ല ഇമോഷൻസും എങ്ങനെ കൺട്രോൾ ചെയ്യാം, റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു സെഷനാണ്. ഒരു ഫുൾ ഡേ സെഷനാണ്. ഒരു സാറ്റർഡേ ആയിരിക്കും വരാൻ പോകുന്നത്. സോ പങ്കെടുക്കുക. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ബൈ ബൈ. ടേക്ക് കെയർ.